എൻ്റെ വീട്ടിലെ സാഹചര്യം വളരെ മോശപ്പെട്ട സാഹചര്യമായിരുന്നു. അമ്മയും അച്ഛനും, അമ്മ കശുവണ്ടി തൊഴിലാളിയായിരുന്നു. അമ്മ ഈ ശനിയാഴ്ചകളിലെ ആഫീസിൽ ശമ്പളം കിട്ടുന്നത്. അന്ന് 350. അമ്മ ഈ ശനിയാഴ്ച വരുമ്പം ഗുണ്ട് മേടിച്ചുകൊണ്ട് വരും ശനിയാഴ്ച. അതാണ് നമ്മുടെ ഓർമ്മയിൽ. ബോണ്ട അന്ന് നെടുവത്ത് വണ്ടി ആഫീസിൽ നിന്ന് നമ്മളതൊക്കെ ആകെ കഴിക്കുന്ന ആഹാരം നമുക്കതാ. ശമ്പളം വരുമ്പോഴേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ഈ ചോറ് വെക്കുന്നതും. അല്ലെങ്കിൽ എന്തോയെന്നറിയാമോ, ഈ ചോറ് വെച്ചിട്ട് പായസത്തിന് നമ്മൾ അന്ന് വെച്ചാൽ അരി വേറെ ഒന്നും വെക്കാറിനകത്തോണ്ട് രാത്രി വരുമ്പോൾ എന്തോ ചെയ്യും, ശർക്കര മേടിച്ചു വെക്കും. അപ്പോൾ ശർക്കര മേടിച്ച് പായസമാക്കി അങ്ങ് തരും. ചോറിനകത്ത് കലക്കി പായസമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ആ നേരത്തൊക്കെ അതായിരിക്കും നമ്മുടെ ആഹാരം. പിന്നെ പടിഞ്ഞാറ്റേങ്കര കറി വേണ്ട, കറിയൊന്നും വേണ്ട. നമസ്കാരം. മീഡിയ വിഷൻ്റെ മറ്റൊരു സംവാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വേറിട്ട ഒരു അതിഥിയാണ്. കൊട്ടാരക്കരയിൽ സുപരിചിതമായ ഒരു പേരാണ് കല്യാണി സന്തോഷ്. ഒരു സാധാരണക്കാരനായി ജീവിത സാഹചര്യങ്ങളോടൊക്കെ കടന്നു വന്ന് കൊട്ടാരക്കരയിലെ ഒരു പ്രമുഖ വ്യാപാര വ്യവസായി ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുന്ന കല്യാണി സന്തോഷിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളും ജീവിത വളർച്ചയൊക്കെ നമ്മളെ പ്രേക്ഷകർക്ക് വലിയൊരു പ്രചോദനമാകുമെന്ന വിശ്വാസത്തോടെ സംവാദത്തിലേക്ക് കിടക്കാം. നമസ്കാരം. നമസ്കാരം. എന്താ ഈ കല്യാണി സന്തോഷം എന്ന പേരിൻ്റെ ഒരു യഥാർത്ഥത്തിൽ ഞാൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്ഥാപനം. ഞാൻ ആദ്യമായിട്ട് വലിയൊരു സ്ഥാപനം തുടങ്ങുന്നത് പൂക്കടയാണ്. പൂക്കട കല്യാണി എന്ന് പറഞ്ഞ് തുടങ്ങി. കല്യാണി ഫ്ലവേഴ്സ്. അങ്ങനെ അതിൻ്റെ പേര് വെച്ചാണ്, അതിനൊരു ഐശ്വര്യം ഉണ്ടായതിൻ്റെ പേര് വെച്ചാണ് പിന്നെ എൻ്റെ പേര് തന്നെ മാറ്റി ഞാൻ സന്തോഷം എന്നുള്ളത് കല്യാണി സന്തോഷം ഒഫീഷ്യലായി. കല്യാണി എന്നുള്ളത് ആഴ്ചയിലെ ആരുടെ പേരാ? അമ്മൂമ്മയുടെ പേര്. അപ്പം അത് വെച്ച് ആ പേര് ഇട്ടാൽ നമ്മൾ സ്ഥാപനം തുടങ്ങി. ഇത് എൻ്റെ പേര് ഇപ്പം ഒഫീഷ്യലി ആക്കിയത് കല്യാണി സന്തോഷം. ഒഫീഷ്യലും പേര് മാറ്റി. എൻ്റെ ആധാർ കാർഡും എല്ലാം നമ്മൾ അങ്ങനെ തന്നെ പേര്. ഈ പൂക്കട തുടങ്ങിയിട്ട് എത്ര നാളായി? അത് 30 വർഷമായി. 30 വർഷം ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. പൂക്കടയ്ക്ക് മുമ്പ് ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു. ട്രാവൽ ഏജൻസി ഇപ്പോൾ നിർത്തിയിട്ട് ഒരു 10 വർഷമായത്. ടിക്കറ്റ് ബോംബെ അന്നൊക്കെ വലിയ അന്നത്തെ കാലത്തെ അത് ഭാരത് ടൂർസ് ആൻഡ് ട്രാവൽസ്. അത് നമ്മൾ ചന്തോക്കി ശ്രീകൃഷ്ണ മെറ്റ് റിസർവേഷൻ്റെ മേളിലായിരുന്നു. അത് നമ്മൾ കുറച്ചാൾ ഒരു 10-15 വർഷം ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു. LIC ആയിരുന്നു തുടക്കം. ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ബോംബെയിലെ ഈ വിസ റിക്രൂട്ടിങ് സമയവും ഈ പാസ്പോർട്ടൊക്കെ റിസ്ക് ഉള്ള സമയം. ആ സമയത്ത് പിന്നെ ഓൺലൈൻ പാസ്പോർട്ടൊക്കെ ആയതിനു ശേഷം നമ്മളിപ്പോൾ ട്രാവൽ ഏജൻസി പയ്യെ സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ വലിയ വണ്ടി കച്ചവടത്തിൻ്റെ ഷോറൂം തുടങ്ങി. അതുകൂടെ തന്നെ എൻ്റെ പേരെന്ത് വരും, അത് അമ്പാടി കാർ സെൻറ്റർ, ഹൈലാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. അമ്പാടി കാർ സെൻറ്റർ എന്ന് പറഞ്ഞ ഓഫീസായിരുന്നു. അത് വലിയ വണ്ടികൾ, കാറും ബൈക്കിൻ്റെ ഒക്കെ സെയിലായിരുന്നു. അത് റണ്ണിങ് പോകുന്ന സമയത്താണ് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ കച്ചവടത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെയൊക്കെ അടുക്കുകയും അങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് ഇതുവരെ ഏതൊക്കെ കച്ചവടത്തിൽ കൈവച്ചു? നമ്മളങ്ങനെ കച്ചവടം അന്തസ്സായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏത്. ഞാൻ എൻ്റെ 8ാം ക്ലാസ് മുതൽ ഞാൻ എൻ്റെ വീട്ടിലെ സാഹചര്യം വളരെ മോശപ്പെട്ട സാഹചര്യമായിരുന്നു. അമ്മയും അച്ഛനും, അമ്മ കശുവണ്ടി തൊഴിലാളിയായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ കഷ്ടപ്പാട്. അന്നത്തെ കാലത്ത് എത്ര മക്കളായിരുന്നു നിങ്ങൾ? ഞങ്ങൾ 3 പേരായിരുന്നു. ഞാൻ ഇളയാളാ. ചേട്ടന് പണ്ടിവിടെ ഈ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ വെടിയുടെയും പിന്നെ അതിൻ്റെയൊക്കെ ലേലം എടുത്തിട്ടുള്ള ആളാണ്. അത് വലിയൊരു അപകടം സംഭവിച്ചതിന് ശേഷം ആ കേസൊക്കെ വന്നതിന് ശേഷം അതൊക്കെ സ്റ്റോപ്പ് ചെയ്തത്. അതിന് മുമ്പ് തേങ്ങയുടെയൊക്കെ ലേലം പണ്ട് എടുത്തിട്ടുള്ള എൻ്റെ ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ അങ്ങനെയൊക്കെ ഞങ്ങൾ സ്വയം ബിസിനസ് ചെയ്ത് കയറി വന്ന ആളുകളാണ്. വീട്ടിലെ സാഹചര്യം മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് കയറി വന്നേ. അന്നത്തെ കാലത്ത് ഈ ബിസിനസ് എന്നതിലേക്ക് വന്ന എങ്ങനെയാണ് സാധാരണ ഒരു നമ്മൾ പള്ളിക്കൂട ജീവിതമൊക്കെ? അത് യഥാർത്ഥ സാഹചര്യം പറഞ്ഞല്ലോ മോശമായിരുന്നു. അപ്പം അന്ന് വീട്ടിൽ ഈ യഥാർത്ഥ അമ്മ ഈ ശനിയാഴ്ചകളിലെ ആഫീസിൽ ശമ്പളം കിട്ടുന്നത്. അന്ന് 350. അമ്മ ഈ ശനിയാഴ്ച വരുമ്പം ഗുണ്ട് മേടിച്ചുകൊണ്ട് വരും ശനിയാഴ്ച. അതാണ് നമ്മുടെ ഓർമ്മയിൽ. ബോണ്ട അന്ന് നെടുവത്ത് വണ്ടി ആഫീസിൽ നിന്ന് നമ്മളതൊക്കെ ആകെ കഴിക്കുന്ന ആഹാരം നമുക്കതാ. ഈ അത് ഏത് ദിവസം? ശനിയാഴ്ച. എൻ്റെ ഓർമ്മയാണ്. ഞാൻ ഇതൊക്കെ നമ്മൾ കൊച്ചാന്ന്. അപ്പൊ ആ ഗുണ്ടാണ് നമ്മുടെ ആഹാരം. ആ കിട്ടുന്ന വെളിയിലുള്ള ആഹാരം ഇന്നത്തെ പോലല്ല. അന്ന് നമുക്ക് കിട്ടുന്ന ആഹാരം വലുതാത്, വലിയ പ്രിയപ്പെട്ടത്, അത് പ്രതീക്ഷിച്ചിരിക്കുക. അപ്പോൾ അത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വളർന്നില്ല. അപ്പം ഈ ശനിയാഴ്ച ശമ്പളം വരുമ്പോഴേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ഈ ചോറ് വെക്കുന്നതും. അല്ലെങ്കിൽ എന്തോയെന്നറിയാമോ, ഈ ചോറ് വെച്ചിട്ട് പായസത്തിന് നമ്മൾ അന്ന് വെച്ചാൽ അരി വേറെ ഒന്നും വെക്കാറിനകത്തോണ്ട് രാത്രി വരുമ്പോൾ എന്തോ ചെയ്യും, ശർക്കര മേടിച്ചു വെക്കും. അപ്പോൾ ശർക്കര മേടിച്ച് പായസമാക്കി അങ്ങ് തരും. ചോറിനകത്ത് കലക്കി പായസമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ആ നേരത്തൊക്കെ അതായിരിക്കും നമ്മുടെ ആഹാരം. പിന്നെ പടിഞ്ഞാറ്റേങ്കര കറി വേണ്ട, കറിയൊന്നും വേണ്ട. അപ്പോൾ അതായിരുന്നു നമ്മുടെ ജീവിത സാഹചര്യം. അപ്പം നമ്മൾ തന്നെ ഈ ജോലി വീട്ടിലെ സാഹചര്യം മോശമായിട്ട് നമ്മൾ തന്നെ അന്ന് 8ാം ക്ലാസ് ഈ എൻ്റെ ചേട്ടൻ ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. ആദ്യമായിട്ട് തൊഴിലിന് പോകുന്നത് ബോയ്സ് ഈ ബുക്ക് പെയിൻറ്റിങ് ഉണ്ട് അന്ന്. വിശ്വനാഥ് സാറാന്ന്. അപ്പം ഈ അവിടെ പഠിക്കുന്നവർ കൂടാതെ വെളിയിലും ഈ മാർച്ച് മാസത്തിൽ വന്ന് നമുക്ക് ബുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ അന്ന് 20 പൈസ എങ്ങാണ്ട ഒരു ബുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ 40 പൈസ 20 പൈസ കിട്ടും. അപ്പോൾ അത് വലിയൊരു എമൗണ്ടാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ. അത് ചെയ്യാൻ പോകുമായിരുന്നു 2 മാസം. അതായിരുന്നു എൻ്റെ ആദ്യത്തെ വരുമാനം. പിന്നെ വീടിൻ്റെ അടുത്തുള്ള ജോലിക്കൊക്കെ പോകുമായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് ഈ തീപ്പെട്ടി, അന്ന് ഗ്യാസൊന്നും ഇല്ലല്ലോ.
അന്ന് ഈ തീപ്പെട്ടി കമ്പനി പോയി ഉരുളും ഈ പട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ചാക്ക് മേടിച്ചുകൊണ്ട് വന്ന് സൈക്കിളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വീടുകളിൽ അല്ലാതെ ലൂസായിട്ട് കൊടുക്കും. തീപ്പെട്ടി അല്ല, തീപ്പെട്ടി കമ്പനി പട്ട, വിറക്. അന്ന് ഈ വിറക് വെക്കുന്ന ഈ ഉരുള് വിറക് വെച്ചിട്ട് പൊടി വെച്ചിട്ട് വിറവ ആ വിറവ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ലൂസാക്കി കച്ചവടം ചെയ്ത് ഓരോ വീടുകളിൽ കൊണ്ട് കൊടുക്കും. പിന്നെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമുള്ളപ്പോഴാണ് അത് ഞാൻ 9ാം ക്ലാസ് 10ാം ക്ലാസ് ആ സമയത്താണ്. 10ാം ക്ലാസ് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ മുമ്പ്, അന്നത്തെ കാലത്ത് ഹിന്ദു പത്രം കൊട്ടാരക്കരയിൽ ഉദുമാൻ എന്ന് പറഞ്ഞ അന്നത്തെ ഏജന്റാണ്, പുള്ളി മരിച്ചുപോയി. പുള്ളിക്ക് അന്ന് ഹിന്ദുവിൻ്റെ അന്ന് ഈ ഇംഗ്ലീഷ് പത്രം വായിക്കുന്നവർ എൻ്റെ അറിവിൽ ആ 35 പേരേ ഉള്ളൂ. കൊട്ടാരക്ക 35 പേര് എൻ്റെ അറിവിൽ. അപ്പോൾ ഒരെണ്ണം കരിക്കത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണം പടിഞ്ഞാറ്റേക്കര ഇടണം, ഒരെണ്ണം ഐസക് നഗറിലായിരിക്കും. അങ്ങനെ ആ പത്രം ഇട്ട് തീരുമ്പോൾ ഒരു 9:15 ആവും. അപ്പോൾ കൊട്ടാരക്കരയിലെ ഇംഗ്ലീഷ് വിതരണം ചെയ്യുന്ന ഇംഗ്ലീഷ് വിതരണം ചെയ്യുന്ന അങ്ങനെ ഈ പത്രം ഇട്ട് നമ്മൾ ETC വഴി പത്രം ഇട്ട് 9 മണിയാവും. 9 മണിക്ക് ക്ലാസ് തുടങ്ങും. NSC ശങ്കരപ്പിള്ള സാർ 35 എടുത്താ. ഇന്നത്തെ കണക്ക് നമ്മൾ നിരത്തി ഇടുന്നതല്ല. അപ്പൊ അന്ന് ആ സൈക്കിള് വ്യായാമം ഭയങ്കര വ്യായാമമായിരുന്നു. ഹെർക്കുലീസിന്റെ BSA സൈക്കിളാണ്. അത് ഇട്ട് നമ്മളൊരു 9 മണിക്ക് ശങ്കരപ്പിള്ള സാറിന്റെ അവിടെ ചെല്ലുമ്പോൾ ശങ്കരപ്പിള്ള സാർ ഈ താമസിച്ച് ചെല്ലുന്ന ആളുകളെ ബുക്ക് അന്ന് 2 ബുക്ക് മതി പ്രീഡിഗ്രിക്ക്. സാറ് വയറ്റി കുത്തും. അപ്പൊ എന്റെ വയറ്റി കുത്തില്ല. കാരണം സാറിന് അറിയാം ഞാൻ സാറിന്റെ വീട്ടിൽ ഈ പത്രം ഇട്ടിട്ടാ ചെല്ലുന്നത്. അപ്പൊ സാറിനറിയാം ഞാൻ പത്രം ഇട്ടിട്ടാ വരുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് സാറ് കുത്തി നോക്കാറില്ല. ഈ 2 വർഷം പത്രം ഇട്ടാ അവിടെ പഠിച്ചത്. അങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം. പഠിച്ച് 18 വയസ്സായപ്പം എന്തോ തൊഴിലിന് പോകണം. ഇതുപോലെ തൊഴിലില്ല. എപ്പോഴും നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്ത് ഒരു ആവറേജ് സ്റ്റുഡൻറ്റാണ്, ഒരു സാധാ ബാക്കി അനങ്ങാതിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റാണ്. അങ്ങനെ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എവിടെയെങ്കിലും ബെഞ്ചി അങ്ങനെ ബഹളമുള്ള സ്റ്റുഡൻ്റൊന്നും അല്ല. അത്യാവശ്യം അടിയൊക്കെ മേടിച്ച് വെക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, അത്രയേ ഉള്ളൂ. അല്ലാതെ കുഴപ്പക്കാരനൊന്നും അല്ല. അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് അടുത്ത എന്ത് വേണം ഒരു സെലക്ഷൻ എൻ്റെ മനസ്സിൽ അന്നേരം സാധാരണ അന്ന് ഈ ഓട്ടോ ഒക്കെ ഇറങ്ങി രംഗമാണ്. അപ്പോൾ ഓട്ടോക്കാരന്നത്തെ അപ്പോൾ ഈ ഓട്ടോ എടുക്കണമെന്നുള്ള താല്പര്യത്തിൽ നിൽക്കുമ്പോഴാണ് ചേട്ടൻ പറഞ്ഞു അത് ഓട്ടോക്കാരനായിട്ട് നീ പോകണ്ട, ഓട്ടോക്കാരനായിട്ട് പോയാൽ പിന്നെ നീ ഓട്ടോക്കാരനാവും. അതുകൊണ്ട് എൻ്റെ മാമൻ എൻ്റെ അമ്മയുടെ ആങ്ങള LIC കോടിവതിയായ അന്ന് ഈ അംബാസഡർ കാറൊക്കെ ഉള്ള മാമനാണ്, ബുള്ളറ്റും ഒക്കെ ഉള്ള അന്നത്തെ കാലത്ത് 88, 89 90 കാലഘട്ടത്തിലൊക്കെ അംബാസഡർ ഉള്ള. അപ്പോൾ LIC അതിൻ്റെ കോടിവതി ആദ്യത്തെ കൊട്ടാരക്കരത്ത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് അമ്മ പറഞ്ഞ് LIC ഏജൻസി എടുക്കാൻ ചേട്ടച്ചാര്. അങ്ങനെ 18ാമത്തെ വയസ്സിൽ LIC ഏജന്റായി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ട്രാവൽ ഏജൻസി തുടങ്ങുന്നു. അങ്ങനെയാണ് ബിസിനസ് രംഗം. പിന്നെ ബിസിനസ് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറി പോവും. നമ്മൾ സ്വന്തമായിട്ട് ഈ പഠനത്തിൽ നിന്ന് നേരെ ബിസിനസ്സിലേക്ക് പോയി. പിന്നെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ ആ വഴിക്ക് ആലോചിച്ചില്ല. ഇതിനിടയ്ക്ക് പിന്നെ രാഷ്ട്രീയത്തിലൊക്കെ പോയി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പം പൊതുസമൂഹത്തിൽ ബന്ധപ്പെട്ട് ബിസിനസ്സൊക്കെ ആയിട്ട് കമ്പോളത്തിൽ നിൽക്കുമ്പോൾ പല വിഷയങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു രാഷ്ട്രീയം വേണമെന്ന്, ഒരു നിലപാട് വേണമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് പടിഞ്ഞാറ്റേങ്കര DYFIയുടെ ഒരു 10-50 പേരെ വെച്ച് DYFI രൂപീകരിച്ച് 13 വർഷം DYFIയുടെ ടൗണിലെ വില്ലേജ് സെക്രട്ടറി ആയിട്ട് ഇരുന്ന് പാർട്ടി ലോക്കൽ കമ്മിറ്റി ആയിട്ട് പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു. വ്യാപാരി വ്യവസായ സമിതിയുടെ ഇപ്പോഴും ഏരിയ പ്രസിഡന്റാണ്. പാർട്ടി രംഗത്തൊക്കെ യഥാർത്ഥത്തിൽ സജീവമായി ഇപ്പം നിലവിൽ ഒരു 4 വർഷം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടെ പാർട്ടി രംഗത്ത് സജീവത അങ്ങ് മുടക്കി മാറി എന്ന് പറയാം. പാർട്ടിയല്ല നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമായിരിക്കാം. അപ്പോൾ നമ്മളത് ശരിയോ തെറ്റോ കാലാകാലങ്ങളിലായി ചില ആളുകൾ മത്സരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു അഭിപ്രായം പറയാനും അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ വന്നപ്പം ഞാൻ പിന്നെ എപ്പോഴും തുറന്നു പറയാം. അത് വേറെ കാര്യം. അതിനകത്ത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കാറില്ല. കാരണം ഒന്നും നേടിയിട്ടല്ല, ഒന്നും കൊണ്ടുവന്നതല്ല. തിരിച്ച് നടന്നു പോകുമ്പോൾ ഈ സൈക്കിളിൽ തന്നെ തിരിച്ചു പോകും എന്ന കാഴ്ചപ്പാടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയൊന്നും എനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ഞാൻ സത്യം പറയാതിരിക്കത്തില്ല. നമ്മൾ സത്യം പറഞ്ഞ് തന്നെ കല്യാണി സന്തോഷനെ ഒരു ശല്യക്കാരനാക്കിയിട്ട് ഈ പാർട്ടി മാറ്റിയിട്ടുണ്ടോ? പാർട്ടിക്ക് ശല്യക്കാരനാണെന്ന് ഉദ്ദേശിച്ചത്? അല്ല, പാർട്ടിക്കോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു അല്ല, അങ്ങനെ ഞാനത് പൊതുശല്യമൊന്നും അങ്ങനല്ല. ഞാനുള്ള കാര്യം തുറന്നു പറയാം, അപ്പം പറയും. മനസ്സിൽ വെച്ചേക്കുന്ന സ്വഭാവമില്ല. പിന്നെ അതിന് പേര് ഇപ്പം തന്നെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ പല വലിയ കേസുകളുണ്ടായിരുന്നു. എൻ്റെ പൂക്കട പുലമൺ ജംഗ്ഷനിലെ കട അടിച്ചു പൊട്ടിച്ചു. ബാലകൃഷ്ണ സാറിൻ്റെ പ്രകടനം വന്നപ്പം അന്ന് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഞാനും ടൗണിൽ നിൽക്കുന്നത്, ഞാൻ അവർക്കൊന്നും വേണ്ടി ആരെ ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷേ അന്ന് എൻ്റെ കട അടിച്ചു പൊട്ടിച്ച്. ഇപ്പോൾ അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞാൽ അങ്ങനൊന്നും വ്യക്തിപരമായും കൊണ്ട് നടക്കുന്ന ഒരാളല്ല. എൻ്റെ സാധനം അടച്ചു പൂട്ടി ഞാനൊരു 6 മാസം പിന്നെ അവിടെ കട നടത്തിയുള്ളൂ. അപ്പം അങ്ങനെ വലിയ വെല്ലുവിളികൾ നേരിട്ട ഒരാളാണ് ഞാൻ. സാധാരണ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ബിസിനസ് ചെയ്യാത്ത ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പം സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഞാൻ ബിസിനസ് ചെയ്ത് കയ്യിൽ നിന്ന് പൈസ മുടക്കി ബിസിനസ് ചെയ്ത് രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിയ ആളാണ്. ഞാൻ DYFI ഭാരവാഹിയായിട്ടിരിക്കുമ്പോഴും
ഇവിടെ കൊല്ലത്തെ ജില്ലാ സമ്മേളനം DYFIയുടെ ജില്ലാ സമ്മേളനം ഉൾപ്പെടെ നടത്തുമ്പോൾ ഞാൻ ഭാരവാഹിയാണ്. അന്നൊക്കെ ഞാൻ കരുത്തോടെ ഇതുപോലെ എതിർപ്പ് പറയുന്നത് കരുത്തുറ്റ് തന്നെ നമ്മൾ നേരത്തെ ഒരു മുന്നോട്ട് പോകുന്നൊരു പരിപാടി നമ്മൾ ഇല്ല. വ്യക്തിപരമായിട്ട് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? വ്യക്തിപരമായിട്ട് നഷ്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്ത വേറൊന്നുമല്ല, ഞാൻ മുമ്പ് പറഞ്ഞതാണ്. കാര്യം നമ്മളൊന്നും കൊണ്ടായിട്ടില്ല ഇവിടെ വന്നത്. ചുമ്മാ ഇറങ്ങി ഒരു ഗതിയില്ലാതെ നമ്മൾ ടൗണിൽ ചെറുപ്പത്തിലേ ഇറങ്ങി വന്നു. എന്തൊക്കെയോ ദൈവം നമുക്ക് നമ്മുടെ പ്രവർത്തന ഫലമായിട്ട് നമ്മൾ ഇന്നലെകളും ശരിയല്ലാതെ തെറ്റ് ചെയ്തിട്ടില്ല. ഈ തെറ്റ് ചെയ്തെന്ന് പറയുന്ന ആൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ അവിടെ ഇവിടെയും പറയുന്ന പോലെ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചെയ്തില്ലയോ എന്നിട്ട് വലിയ വാചകമൊക്കെ അടിക്കുകയാണല്ലോ, വലിയ വേദാന്തം പറയാമെന്ന് ചോദിച്ചാൽ ആ തെറ്റെന്തുവാണെന്ന് എന്നെ ചൂണ്ടിക്കാണിക്കുമ്പോഴേ ഞാൻ ചെയ്ത തെറ്റ് എനിക്കറിയാം. മറ്റുള്ള ആളുകൾ എന്ത് പറയുമെന്ന് ആലോചിച്ച് നമുക്ക് ജീവിതത്തിൽ ഒന്നും പറയാതെ കേസുകളിൽ നമ്മൾ അകപ്പെട്ടു പോയിട്ടില്ലേ? കേസുകൾ 18 കേസുണ്ടായിരുന്നു. 18 കേസിൽ ഒരു കേസ് വലിയ കേസായി പോയി. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷ കേസല്ല. ആ കേസോടാണ് നമുക്ക് ജീവിതത്തിൽ ഒരാളെ ജീവിതത്തിൽ 5 വർഷം ജയിലിൽ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായൊരു ഇതായിരുന്നു. കോടതി കിടക്കുന്ന കേസായതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പരാമർശിക്കാത്തത്. പക്ഷേ ആ കേസിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ സംഭവ സ്ഥലത്തോട് യഥാർത്ഥം അവിടെ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അതൊക്കെ കോടതി കിടക്കുന്നതായിട്ട് നമുക്കൊന്നും ജീവിതത്തിൽ വലിയൊരു അപകടമാണ്. അത് നമ്മൾ ചെയ്യാത്തൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കേസുകളൊന്നും ഇല്ലാതെങ്കിൽ ജീവിതത്തിൽ കുറച്ചുകൂടി നമ്മൾ തീർച്ചയായിട്ടും വരത്തില്ല. തീർച്ചയായിട്ടും ഇപ്പോഴും നമുക്ക് ജീവിതത്തിൽ ഒന്ന് ഗൾഫിൽ പോയി ബിസിനസ് ചെയ്യാൻ വേണ്ടി പലരും വിളിക്കാറുണ്ട്. ഇപ്പോൾ കേസ് വന്നതിന് ശേഷം ഇനി ഒരിക്കലും പോകാൻ പറ്റത്തില്ല. ഇനി കോടതിയുടെയൊക്കെ അനുമതിയൊക്കെ കിട്ടിയ ഏത് കാലത്ത് പോകാൻ പറ്റും. ഇതിനകത്ത് കുടുക്കിയവർക്ക് ഇതിനെക്കുറിച്ച് വല്ല ബോധമില്ല ഉണ്ടോ? യഥാർത്ഥ അന്നത്തെ കാലാവസ്ഥയിൽ ഞാൻ ജ്വലിച്ചിരിക്കുന്ന ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് ടൗണിൽ ഒരു പാർട്ടി പ്രവർത്തനം വളർന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് അന്ന് കുടിക്കവരുണ്ട്, കൂടെ നിന്നവരുണ്ട്. പക്ഷെ കൂടെ നിന്നവർ യഥാർത്ഥം ഞാൻ ഈ ജയിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാനും എൻ്റെ വൈഫിനെയൊക്കെ നമ്മൾ ആ കാര്യത്തിൽ വൈഫിൻ്റെ പിന്തുണയും എൻ്റെ കൂടെ നിൽക്കുന്ന ജോലിക്കാരുടെ പിന്തുണയായിരുന്നു. ഞാനിപ്പോൾ 56 ദിവസം പോയി കിടന്ന് എൻ്റെ ഒരു ബിസിനസ്സിന് ഒരു കോട്ടം ഈ പോകുന്നതിൻ്റെ 5 ദിവസം മുമ്പ് മുഖ്യമന്ത്രിയുടെ പരിപാടി ഞാൻ ഏറ്റുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ 2 ദിവസം കഴിയുമ്പോഴാണ് ഈ വിധി വരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ വിധി. അപ്പോൾ എന്നിട്ടും മുഖ്യമന്ത്രിയുടെ പരിപാടി ഇവിടെ നടന്ന് നമ്മൾ ചെയ്യേണ്ട ജോലികളെല്ലാം അത് ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു. കുടിക്കവർക്ക് ഇതിനകത്ത് പങ്കുണ്ട്. നമ്മുടെ ഒരു വ്യാപാര രംഗത്തേക്കുള്ള യാത്രപരമായിട്ട് നമ്മുടെ പൂക്കടയാണല്ലോ. ഞാൻ മെയിനായിട്ടും സ്ഥാപനമായിട്ട് അല്ല ട്രാവൽ ഏജൻസി തുടക്കത്തിൽ കല്യാണി എന്നുള്ളൊരു പേര് ബ്രാൻഡാവുന്നത് പൂക്കടയാണ്. അവിടെ ആ പൂക്കടയുടെ ഒരു പ്രവർത്തന വിജയം എങ്ങനെയായിരുന്നു? പൂക്കട യഥാർത്ഥം ഈ പൂക്കട തുടങ്ങുന്നത് തന്നെ നിങ്ങൾക്ക് ഈ ആളുകൾക്ക് ബിസിനസിന്റെ ഐഡിയ ഇല്ലാത്തവർക്ക് ഞാൻ പറയുക, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്. അന്നത്തെ കാലത്ത് പൈസ യഥാർത്ഥം മുടക്കാനില്ലാതെ ഒരു ബിസിനസ് ആലോചിച്ചപ്പം ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ ഇതൊന്നും പാരമ്പര്യമായിട്ട് ചെയ്ത തൊഴിലല്ല, ഒരാൾക്കുള്ള കടയിൽ പോയിരുന്ന് പഠിച്ച തൊഴിലുമല്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു കല്യാണത്തിന് പോയപ്പം ഭയങ്കര സ്റ്റേജും എല്ലാം പൂവ് ഉണ്ടാക്കി അലങ്കരിച്ചേക്കുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ അവിടെ ഇരുന്ന് ആലോചിച്ച് പൂവിൻ്റെ വലിയ മാർക്കറ്റ് ഉണ്ടല്ലോ, ഇങ്ങനൊരു മാർക്കറ്റ് പൂവിനുണ്ട്. ഇപ്പോൾ കൊട്ടാരക്കരയിലെ പൂക്കച്ചവടക്കാരും അല്ല പൊതുവെ പൂക്കച്ചവടക്കാരും ഒരു പെട്ടിക്കട വെച്ച് അവിടെ ഇങ്ങനെ ഒരു കട വെച്ച് 2 മാല കിട്ടുന്ന സമ്പ്രദായമാണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ട് വിപുലമായിട്ട് ബാംഗ്ലൂരും പുതിയ പൂവൊക്കെ ഇറങ്ങുന്ന സമയമാണ്. അങ്ങനെയാണ് പൂവിനെ കുറിച്ചൊരു ഐഡിയ വരികയും പഠിച്ചോ അതിനെക്കുറിച്ച്. അന്ന് 3 ദിവസം തമിഴ്നാട്ടിൽ പോയി. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് റഷീദ്. ഞങ്ങൾ 2 പേരും കൂടെ തുടങ്ങുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പം പൂക്കട ഇവിടെ ഉണ്ട്, SR ഫ്ലവേഴ്സ്. നമ്മളിപ്പോഴും നമ്മൾ സുഹൃത്തുക്കളാണ്. ഞങ്ങളൊക്കെ ആയിട്ട് അന്ന് മുതലുള്ള കാലത്തുള്ള സുഹൃത്ത് ബന്ധം അതുപോലെ ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് ആരെങ്കിലും കല്യാണത്തിന് പൂക്കൾ കൊടുക്കുകയോ അങ്ങനെ വല്ല? പിന്നെ ഇവിടെ കല്യാണം നടത്തിയ പ്രമുഖരുടെ കല്യാണം എല്ലാം നമ്മൾ പരിപാടി വലിയ അമ്പലങ്ങളിൽ, ഗണപതി അമ്പലം, കടക്കൽ അമ്പലങ്ങളിലൊക്കെ ഒരു കാലഘട്ടത്തിൽ അന്ന് രാത്രി 1 മണി വരെ ഞങ്ങളായിരുന്നു കേട്ടു. ഇപ്പൊ കേട്ടത് രാത്രി 1 മണി 2 വരെ കെട്ടി രാത്രി അമ്പലത്തിലൊക്കെ പോയി വണ്ടി വിളിച്ചുകൊണ്ട് പോയി അവിടെ നിന്ന് കെട്ടി കൊടുക്കും. അന്നത്തെ കാലത്ത് ഈ വെലങ്ങര അമ്പലത്തിൽ ആദ്യത്തെ ഓർഡർ വരുന്ന വെലങ്ങര അമ്പലത്തിൽ അന്ന് 30 വർഷം മുമ്പ്. അന്നൊന്നും പൂ കെട്ടാൻ ആള് കിട്ടുമോ, നമ്മൾ രാത്രി കെട്ടിത്തീരുമെന്നതിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ല. ഞങ്ങളെ കൂട്ടുന്ന കെട്ടിയാ ഇതൊക്കെ അന്നത്തെ കാലത്ത് ഓടിപ്പോയി. പിന്നെ അതിൻ്റെ ഒരു ബിസിനസ് എന്ന് വെച്ചാൽ പൂവിനൊരു ബിസിനസ് പ്രോഫിറ്റ് ഉണ്ട്. അതിൽ നിന്ന് യഥാർത്ഥത്തിൽ നമുക്കൊരു അടിസ്ഥാനം കിട്ടുന്നത്. ഇപ്പോൾ ഒരു മുടക്കാൻ ഒരു പൈസ വേണോ? അപ്പോൾ അതിൽ നിന്നൊക്കെ അതൊക്കെ സമ്പാദിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാനും റഷീദും ഒക്കെ സമ്പാദിക്കുന്നത് അതിൽ നിന്നാണ്. നഷ്ടം വരുന്ന ബിസിനസ് അല്ല, ഒരിക്കലും അല്ല. പൂക്കട നഷ്ടമല്ല, പക്ഷെ നോക്കി ചെയ്തില്ലേ ഏത് ബിസിനസ് നഷ്ടമാണ്. ബിസിനസ് ഇല്ലെങ്കിൽ നഷ്ടമാണ്. കാര്യം ഒരു കിലോ മുല്ലപ്പൂവിന് ഇന്ന് 3000 രൂപ വിലയാണ്. ഒരു ദിവസം അത് ഇരുന്നാൽ പോയി അരുകാച്ചരക്കാം. ഇത് വിറ്റ് മാറിയ ഇതിൻ്റെ ഇരട്ടി ലാഭമുള്ള സാധനമാണ്. പിന്നെ എനിക്കൊന്ന് കുറച്ചുകൂടി പബ്ലിസിറ്റി ആയ നമ്മൾ ഈ സൗണ്ട് ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് വരുമ്പോഴാണ് കല്യാണി സൗണ്ട്സ് എന്നുള്ളതാണ് കുറച്ചുകൂടെ ഫേമസ്. എങ്ങനെയാണ് ആ രംഗത്ത് ഒരു വരവും? അത് യഥാർത്ഥത്തിൽ ഒരാളൊരു വാശി, ഈ പൂ നമ്മൾ എടുക്കുന്ന ഒരു പൂ പറയുന്നില്ല, പൂ എടുക്കുന്ന ഒരു പാർട്ടി ഒരു സൗണ്ടുകാരനാണ്. അപ്പോൾ പുള്ളി നമ്മുടെ നിന്ന് നമ്മൾ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കല്യാണമൊക്കെ പുള്ളി നമുക്ക് തരാതെ വേറെ കൊണ്ട് കൊടുത്തു.
അപ്പൊ ഞാൻ വിളിച്ച് സംസാരിച്ചു. അപ്പൊ അത് ശരിയല്ലല്ലോ. അപ്പൊ ഇതൊരു വാശിയുടെ പുറത്ത് പറഞ്ഞു. അപ്പൊ അന്ന് രാത്രി ഞാൻ പുള്ളിയെ വിളിച്ച് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന് ചെയ്യുമ്പോഴെങ്കിലും എന്നെയും കൂടെ ഒന്ന് സഹകരിപ്പിക്കണ്ടേ. ഞാൻ നാളെ ഇത് തുടങ്ങാൻ പോവാ. അങ്ങനെ അയാളെ വിളിച്ച് പറഞ്ഞ്, അപ്പൊ അയാൾ പാർട്ടിക്കാരെയൊക്കെ വിളിച്ചതല്ല ചെയ്യില്ല അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ തീരുമാനം എടുത്തതുകൊണ്ട് ഞാൻ അതൊന്ന് തുടങ്ങുമായിരുന്നു. ഞാനൊരു പിക്കപ്പ് എടുത്ത് ഞാൻ തന്നെ, ഞാനും ഒരു സുഹൃത്തും കൂടെ ഒരു പയ്യനെയും കൂടെ വിളിച്ച് പന്തലിൻ്റെ സാധനമൊക്കെ തുടങ്ങി. ഇവിടെ ചെന്തറയിലായിരുന്നു ആദ്യത്തെ കൂടവും. അവിടെ തന്നെ ചെറിയ മൈക്ക്, അന്നൊക്കെ മൈക്ക് സെറ്റ് കയറ്റാനൊന്നും ആരുമില്ല. ഞാൻ തന്നെ 2 ബോക്സ് കയറ്റി ഞാൻ തന്നെ പന്തലിടാൻ കൂടെ പോകും. ഇപ്പം നമ്മൾ സംവിധാനമൊക്കെ മാനേജരെയൊക്കെ നിർത്തി അവരെ ജോലിക്കാരാണ് നമ്മുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ നമ്മുടെ കരുത്തെന്ന് പറയുന്നത്. നമ്മുടെ കൂടെ ഇരിക്കുന്ന ജോലി രഞ്ജിത്ത് അങ്ങനെയുള്ള കുറേ ജോലിക്കാരൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അവരോടുള്ള കരുത്ത് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ബിസിനസ് ഈ മൈക്ക് സംവിധാനം കുറച്ചുകൂടെ വിശാലമായില്ലായിരുന്നു. ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ക്ഷേത്രങ്ങൾ എൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് BP കൂടുമായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ച് അപ്പോഴേ വയ്യ. അവിടെ എന്ന് വെച്ചാൽ ഉത്സവ കമ്മിറ്റിക്കാരുടെ പ്രത്യേകം വെച്ചാൽ എല്ലാവരും അവരുടെ ഈ 7-15 കിലോമീറ്റർ വീട്ടിൽ മൈക്ക് കേൾക്കണം. അവിടെ നിന്നുകൊണ്ട് എന്നെ രാത്രി 1 മണിക്ക് ചീത്ത വിളിക്കും. ഞാൻ തിരിച്ചും വിളിക്കും. നമ്മൾ പച്ചയായ മനുഷ്യനാണ് നമ്മൾ. അപ്പം നമ്മൾ സ്വഭാവമായിട്ട് അപ്പം അതൊന്നും അവിടെ പറ്റത്തില്ല. പിറ്റേന്ന് പൈസ മേടിക്കാൻ ചെല്ലും, പൈസ തരത്തില്ല. ഈ ചീത്ത വിളിച്ചവരും ഞാനുമായിട്ട്. അപ്പം അത് എനിക്ക് അസുഖമായി. അപ്പം എനിക്കത് പറ്റാതായി. ഒരു 4-5 വർഷം അമ്പല പരിപാടി, പ്രധാനപ്പെട്ട ഏതൊക്കെ ക്ഷേത്രങ്ങളിലെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്? എല്ലാ വലിയ വലിയ ക്ഷേത്രങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പടിഞ്ഞാറ്റേക്കര അമ്പലത്തിൽ ചെയ്തിട്ടുണ്ട്. കോട്ടയ ഗണപതി അമ്പലത്തിലൊന്നും അന്നേ പണ്ട് നമ്മൾ പോകാറില്ല, പോയി ചെയ്യാറില്ല. ബാക്കി കോട്ടാത്തല, പണയിൽ, ഇവിടെ അടുത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ അതൊന്ന് കുറച്ചുകൊണ്ട് വരാൻ പറ്റിയ ക്ഷേത്രങ്ങൾ ഇതാ ഉറക്കമില്ലായിരുന്നു. ക്ഷേത്രം ആ ലാഭം വേണ്ട. പിന്നെ അതിനൊക്കെ മാറ്റിയിട്ട് സ്റ്റേജ് ഡെക്കറേഷൻ അതൊക്കെ ആകുമ്പോൾ മനസ്സമാനമുണ്ട്. ഒരു സൈറ്റിൽ പോയി കല്യാണത്തിന് സ്റ്റേജ് ചെയ്താൽ ഒരു പറഞ്ഞ എഗ്രിമെന്റ് മേടിച്ച് നമ്മൾ ചെയ്തുകൊണ്ട് വരും. പിന്നെ ഇവന്മാരെ അതിനകത്ത് കാറ്ററിങ്, നമുക്ക് കാറ്ററിങ്ങിന് തന്നെ വലിയൊരു വിങ് തന്നെ ഉണ്ട് നമ്മുടെ കൂടെ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണ രംഗത്തേക്ക്, ഹോട്ടൽ രംഗത്തേക്ക്. ഹോട്ടലിലെങ്ങനെ മുമ്പ് കാറ്ററിംഗ് ഉണ്ട്, പിന്നെ റെസ്റ്റോറന്റ് തുടങ്ങും. അത് യഥാർത്ഥ യാത്ര ചെയ്യുക. ഇതൊക്കെ നമ്മൾ കണക്റ്റഡ് അല്ല. റെസ്റ്റോറന്റ് തുടങ്ങുന്നതിന്റെ കാര്യം എന്തോ? എനിക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എനിക്കൊരു 3 സെന്റ് ഒരു കട ബിൽഡിംഗ് ഉണ്ട്. അവിടെ എൻ്റെ ഒരു ചേട്ടക്കാരന് ബേക്കറിയും ചെറിയ റെസ്റ്റോറൻറ്റ് പോലെയൊക്കെ അവൻ നടത്തുക. അപ്പോൾ കൊറോണ വന്നപ്പോൾ അവനെ നമ്മൾ ഫ്രീ ആയിട്ട് എൻ്റെ രക്തബന്ധമാണ്. അപ്പോൾ അയാൾക്ക് കൊടുത്തിരുന്നതാണ്. ഇതു എന്നാ പേര്, നമ്മുടെ ഒരു അനിയനാ. അയാൾ നടത്തി, അയാളെ കൊണ്ട് നടത്താൻ പറ്റാതായപ്പം, കൊറോണയൊക്കെ വന്ന് ബുദ്ധിമുട്ടായപ്പം ഞാൻ പറഞ്ഞു ഞാനും കൂടെ സഹായിക്കാം, നോക്കി കണ്ട് നിന്നോണം എന്ന് കൂടെ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം നമ്മളൊരു പരിപാടി ചെയ്യുമ്പം നമ്മൾ അത് എപ്പോഴും അതിനകത്ത് ആത്മാർത്ഥമായിട്ട് നിൽക്കും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് നിന്നപ്പം അദ്ദേഹത്തിന്, ചേതക്കാരന് അത് അത്രയും അങ്ങോട്ട് നമ്മുടെ ലൈനിൽ വരത്തില്ല. അവരൊക്കെ കളിക്കുന്ന പിള്ളേരെ പ്രായമൊക്കെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് യഥാർത്ഥം ആ ഫീൽഡിൽ വന്നത്. ഉത്തരവാദിത്തം അദ്ദേഹം കളഞ്ഞിട്ട് പോയ പിന്നെ ഫുൾ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുകയും പിന്നെ അങ്ങനെയാണ് താവളം റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഏതാ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ജോബ്? റെസ്റ്റോറൻറ്റ് ഭയങ്കര തലവേദന. ഏതൊക്കെ മേഖലയിൽ നിന്ന് നമ്മൾ പഞ്ചായത്ത്, നഗരസഭ എന്നാൽ ചോദിക്കും. അതെല്ലാം ക്രിയാത്മകമായിട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു വലിയ സെയിലുള്ള ഹോട്ടലായിരിക്കും. അത്രയും സെയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ അതിനനുസരിച്ച് ഓരോരുത്തരെയും മാനേജരെയൊക്കെ നിർത്തി ക്ലീൻ ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെന്തോ ചെയ്യണം, ഞാൻ അവിടുത്തെ പണിക്കാരൻ, ഞാൻ അവിടുത്തെ ഒരാളുവാണെങ്കിൽ ഒരു ഹോട്ടൽ നടന്നില്ല, നമ്മൾ ഫുൾ ടൈം അതായിരിക്കണം. പക്ഷേ നമ്മളൊരു വലിയൊരു ബിസിനസ് എൻ്റർപ്രണർ ആവണമെങ്കിൽ നമുക്കിപ്പോൾ കക്ഷത്തിരിക്കുന്നതും വേണം, ഇത് വേണമെന്ന് പറഞ്ഞാൽ സുഖമായിട്ട് നടക്കുന്നതല്ല. നമ്മൾ നിലവിൽ ഇപ്പോൾ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? നമ്മളിവിടെ ഇപ്പോൾ ഒരു 50 പേര് ഏകദേശം സ്ഥിരം ജോലിക്ക്. ഏതൊക്കെ മേഖലയില്ല? അതായത് റെസ്റ്റോറൻറ്റ്, ബേക്കറി ഉണ്ട്. ബേക്കറി എന്ന് പറഞ്ഞാൽ തട്ടുകടയും കൂടെ ചേർത്താണ്. രാത്രി 12 മണി വരെ റെയിൽവേ സ്റ്റേഷനിൽ മാളൂസ് എന്ന് പറഞ്ഞൊരു തട്ടുകടയുണ്ട്. ഈ ഹോട്ടലിൽ തന്നെ 18 പേരുണ്ട്. പിന്നെ എൻ്റെ പന്തൽ ഡെക്കറേഷൻ മേഖലയിൽ 10-15-16 പേര് സ്ഥിരം ജോലിക്കാരുണ്ട്. സ്ഥിരം അല്ലാതെ വലിയ വലിയ പന്തലുകൾ നമുക്കുണ്ട്. വലിയ ഹാങ്ങർ പന്തലൊക്കെ നമുക്കുണ്ട്. നമ്മൾ പിന്നെ പരസ്യം പോയി ചോദിക്കുന്ന പരിപാടിയൊന്നും മാർക്കറ്റിംഗ് ഒന്നും ഇല്ല. അതൊരു ചെറിയ ന്യൂനതയാണ്. അതൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ട ഭാഗത്ത് ഡെവലപ്പ് ചെയ്ത് വന്നാലേ ഇത് പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്തുണ്ട് 10-15 പേര് സ്ഥിരം സ്റ്റാഫുകൾ. പിന്നെ പൂക്കടയിലുണ്ട് 3 സ്റ്റാഫ്. 50 പേർക്ക് മിനിമം 50 പേര് ജോലിക്കാരൻ്റെ ഉണ്ട്. പിന്നെ പരോക്ഷമായിട്ട് 100-100 പേര് എങ്ങനെ പോയാലും കാണും. ഡെയിലി ജോലിക്ക് വിളിക്കുന്നവരും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിനൊക്കെ പുറമെയാണ് പുതിയൊരു സംരംഭത്തിലേക്ക് കിടക്കുന്നത്. അതെ, അനോര. അത് ഹാപ്പിനെസ് ആണ് അതിൻ്റെ ഒരു ഇറ്റാലിയൻ വാക്കാണത്. പിന്നെ ഇത് തന്നെ യഥാർത്ഥ ഈ ബിസിനസ് എല്ലാം തുടങ്ങും കണക്റ്റഡ്. സംഭവം എന്തോന്ന് പറഞ്ഞത്? കാരണം ഈ അനോര എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പിടികിട്ടത്തില്ല. എന്താണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇവിടെ നിലവിൽ ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ എനിക്ക് അവിടെ റെസിഡൻസി ഉണ്ട്. ഒരു 8 റൂമുണ്ട്, AC non-AC ആയിട്ട്. അത് ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ തന്നെ നമ്മൾ ആ വസ്തു മേടിക്കുന്നത് തന്നെ യാദൃച്ഛികമായിട്ടാണ്. ആദ്യം മേടിച്ച് പന്തലിൻ്റെ വേണ്ടി എല്ലാം അവിചാരിതമായിട്ട് വന്ന് വിടുക. ഒരിക്കലും സമ്പാദിക്കണം അല്ലെ കോടീശ്വരനാവണമെന്നും ആഗ്രഹിച്ചതല്ല. എൻ്റെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്ത് പോകണം, അല്ലെ സമ്പാദിച്ച് കൂട്ടണം, അങ്ങനൊരു പൈസയോടുള്ളൊരു മോഹമൊന്നും അല്ല, ഒരിക്കലും അല്ല. നമ്മൾ പൊതുരംഗത്ത് നിൽക്കുന്നതിൻ്റെ ഭാഗം ഈ പറയുന്ന പോലെ ഈ ചെമ്മീൻ വീട്ടിൽ വറുത്താലും നാട്ടിൽ
അതിൻ്റെ മണം കിട്ടുമെന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 10 പേരെ അറിയിക്കാതെ തന്നെ ചില കാര്യങ്ങൾ ഉണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ പൊതുരംഗത്ത് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ അല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല പൈസ സമ്പാദ്യം അല്ല ഇതൊന്നും കൊണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്ത് 2 വർഷം മുമ്പ് ഇതെൻ്റെ മനസ്സിലുണ്ട്. ഇതിങ്ങനെ പഴയ വീട് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രത്യേകത, എന്നെ പഠിപ്പിച്ച സാറാണ്. എന്നെ പഠിപ്പിച്ച സാറ് ഫീസ് കൊടുക്കാത്തതുകൊണ്ട് ഈ ഗേറ്റിൻ്റെ മുമ്പിൽ എന്നെ നിർത്തുന്നത്. ഈ ഗേറ്റിൻ്റെ ഫീസ് കൊടുക്കാൻ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ അച്ഛൻ ജോലി ചെയ്യുന്ന പുള്ളിയുടെ അനിയനായിട്ട് അച്ഛൻ പുള്ളി വിളിച്ച് പറയുമ്പോൾ പിന്നെ എന്നെ കയറ്റും, പൈസ കൊടുക്കത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പഠിച്ചേ 1 വർഷം. എന്നിട്ട് അതുപോലെ ഞാൻ വീട് വെച്ചേക്കുന്നത് അസീസ് സാർ അറിയാം, സ്ട്രീറ്റുള്ള. ഞാൻ ആ വീട് വെച്ച് അസീസ് സാറിൻ്റെ അവിടെ കുറേ വർഷം കൊച്ചിലെ പഠിച്ചതാണ്. സാറിൻ്റെ വീട് ഞാനാ മേടിച്ചത്. അപ്പൊ എന്നെ അവിടെ വീട് വെച്ചേക്കും. അപ്പോൾ പഠിപ്പിച്ച സാറന്മാരുടെ വീട് പഠിപ്പിച്ച സാറന്മാർക്ക് എന്നെ വലിയ കാര്യം അറിയത്തൊന്നും ഇല്ലെങ്കിൽ സാറിന് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പണ്ടത്തെ കാലത്ത് സാറുമാരുടെ പ്രത്യേകിച്ച് ഏറ്റവും പഠിക്കുന്ന ഒരു പേര് മാത്രമേ പറയൂ. അതൊക്കെ അധ്യാപകരെ മക്കളും പഠിക്കുന്നവരെ അറിയാം, ഏറ്റവും തല്ലിപ്പൊളി. അപ്പൊ അത് മാത്രമല്ല, അന്ന് പഠിക്കുന്ന ഒരു പ്രത്യേകം അറിയോ, ടീച്ചർമാരെ ഇപ്പോൾ രാജീവ് സാർ അവരുടെ മക്കളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അവരൊക്കെ എപ്പോഴും നമ്മളെ മൈൻഡ് ചെയ്തില്ല. അപ്പൊ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വളർന്നു വന്നിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ട് രക്ഷപ്പെട്ടു വന്ന കൂട്ടത്തില്ല ആ കാര്യത്തിൽ. അപ്പൊ ഇതിന്റെ കാര്യം പറ. ഇത് യഥാർത്ഥ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഗുണം ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു 84 വർഷമുള്ള ഒരു ഹെറിറ്റേജ് ഒരു വീടാണ്. ഇതൊരു പണ്ടാലം വലിയൊരു തറവാട് കുടുംബക്കാരെ ഇരുന്ന് അതിന് ശേഷമാണ് സലീം സാറ് 75-ലാണ് മേടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അതുപോലെ പഴയ മച്ചുമൊക്കെ അതുപോലെ നിർത്തി അതിനകത്തെല്ലാം AC സംവിധാനം, ബാത്റൂം അറ്റാച്ച്ഡ് ആക്കി ഒരു 7 റൂം ഹെറിറ്റേജ് ആയിട്ട് തന്നെ ഉണ്ട്. നല്ല സ്യൂട്ട് റൂമായിട്ടുള്ള റൂം. താമസിക്കാൻ ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾക്കും പിൽഗ്രിംസ് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വരുന്ന ആളുകൾക്ക് താമസിക്കാൻ സൗകര്യം കൊടുക്കും. പിന്നെ ഒരു കുടുംബമായിട്ട് വരുന്നവർ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വരുന്നവരും അതിനുള്ള താമസ സൗകര്യം. പിന്നെ ഇവിടെ പാചകം ചെയ്ത് കഴിക്കാനുള്ള കിച്ചൺ, പഴയ കിച്ചൺ തന്നെ. നമുക്ക് അടുക്കളയൊക്കെ കാണുമ്പോൾ അറിയാം. അന്നത്തെ കിച്ചന് അന്ന് അടുക്കളയിൽ നിന്ന് വെള്ളം കോരാനുള്ള സൗകര്യം, കിണറുള്ള അടുക്കളയിൽ നിന്ന് ആ സൗകര്യങ്ങൾ അതേപോലെ നിലനിർത്തി തന്നെ നമുക്ക് പാചകം ചെയ്യാൻ അവർക്ക് ഗ്യാസ്, സ്റ്റൗ എല്ലാ സൗകര്യം അവിടെ കൊടുക്കും. അതല്ല, നമുക്ക് റെസ്റ്റോറൻറ്റ് ഉള്ളതുകൊണ്ട് 1/2 മണിക്കൂറിനകത്ത് ലൈവായിട്ട് ഇവിടെ സാധനം കൊടുക്കും. ചില അത്യാവശ്യ സാധനങ്ങൾ ഇവിടെ തന്നെ ലൈവായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ നമുക്ക് ബാക്കിൽ ഒരു 10-500 പേർക്ക് ഇരിക്കാവുന്ന ഓപ്പൺ ആയിട്ടുള്ള സ്പേസാണ്. അത് നമ്മൾ ഒന്നും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കും. വേണ്ടുന്നവർക്ക് പന്തലിട്ട് ഒരു ചെറിയ കല്യാണം കഴിഞ്ഞുള്ള പരിപാടി, പാർട്ടി, ടീ പാർട്ടി, വലിയ വലിയ സെലിബ്രിറ്റി പ്രോഗ്രാം ഒക്കെ നടത്താം. ഇത് അതിനു മുമ്പ് ജഗദീഷ് കുമാറും കനകലതയും വന്ന് ഷൂട്ടിങ് നടന്നിട്ടുള്ളത് പണ്ട് ഞാൻ കണ്ടിട്ട് എൻ്റെ കൊച്ചിലെ. എനിക്ക് തോന്നുന്നൊരു 98-96 കാലഘട്ടത്തിൽ ഷൂട്ടിംഗ് ആണ്. ഇത് സ്റ്റേഷന്റെ മാതിരി, ഇതെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ചെയ്ത ഇതൊക്കെ നമുക്കിപ്പോൾ നമ്മുടെ മേസ്ത്രിമാർക്ക് ചെയ്യാൻ പാടാ. ഈ കവാടം അത് അവരുടെ ഒരു കണക്കാണ്. അപ്പം അന്ന് ഈ ജയിലിൻ്റെയൊക്കെ മാതൃക വെച്ച് ഇവിടെ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട് പണ്ട്. അപ്പം അങ്ങനെ ഒരു പ്ലേസാണിത്. പാരമ്പര്യമുള്ള സ്ഥലം, ഒരു പാരമ്പര്യമുള്ള സ്ഥലമാണ്. പിന്നെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർക്ക് താമസിക്കാനും. കൊട്ടാരക്കര പുതിയൊരു സംരംഭം. അതെ, ഇതിന്റെ ഉദ്ഘാടനങ്ങൾ ഈ 9-ാം തീയതിയാണ് ഉദ്ഘാടനം. ബാലോത്സവമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ MP കൊടിക്കുന്നിൽ സുരേഷ് MP ഉണ്ട്. ബാക്കിയുള്ള സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള പല രാഷ്ട്രീയക്കാരെ എല്ലാ ആളുകളെയും വിളിച്ചിട്ടുണ്ട്. പ്രസീത ചാലക്കുടിയുടെ നമ്മളൊരു പരിചയക്കാരി, നമ്മുടെ സുഹൃത്താണ്. ഒരു ചെറിയ ഒരു പരിപാടി നമ്മൾ വെച്ചിട്ടുണ്ട്. അവരൊക്കെ വരുമ്പോൾ തങ്ങുന്നത് നമ്മുടെ കല്യാണിയിലാണ്. എവിടെ കൊല്ലം ജില്ലയിൽ എവിടെ വന്നാലും കല്യാണി റെസിഡൻസിയിലാണ് തങ്ങുന്നത്. ഞങ്ങൾ അവിടെ ഈ കിടക്കുന്ന ഷീറ്റൊക്കെ കിടക്കുന്നത് നിങ്ങളുടെ റൂം ഭംഗിയുള്ള റൂമാണ്. അപ്പൊ കാണുമ്പോൾ കമ്പി ഷീറ്റൊക്കെ കിടക്കുന്നത് എന്തുവരെ ഇവിടെ ആരുടെ റൂമെന്ന് ചോദിക്കുന്ന ആളുകളാട്ടോ. ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ മേഖലയുടെ കൈവച്ചു. അതെ. ഇനി അടുത്ത പുതിയ വഴി ഏതാ? അല്ല, ഞാൻ ഈ പോകുന്ന വഴിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഒരു ശാരീരിക സ്ഥിതിയൊക്കെ വെച്ച് വയ്യ കേട്ടോ. അപ്പം അതൊക്കെ വെച്ച് എപ്പോഴും പറയും. കഴിഞ്ഞ 10 വർഷം മുമ്പ് ഞാൻ പറഞ്ഞു, ഇനി ബിസിനസ് സ്വത്വമാണ്, പിള്ളേർ വേണമെങ്കിൽ പഠിച്ചോട്ട്. അവർ നമ്മൾ ഉണ്ടാക്കിയിരുന്ന പരമ്പരയൊന്നും വേണ്ട, വേണമെങ്കിൽ അവർ പഠിച്ചോളും, പഠിപ്പിക്കും. അതിനപ്പുറം ഒരു സാധനം കൊടുക്കത്തില്ലെന്ന് പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പം വന്ന് വീഴും. അപ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സ് ഇനി മേലെ ഒരു സംരംഭം തുടങ്ങത്തില്ല. പക്ഷേ ഇപ്പോഴും ഖത്തറിൽ പോകുമ്പം ഖത്തറിന്ന് വിളിക്കുമ്പോൾ എന്നാൽ ഖത്തറി അത് തുടങ്ങാം, ഖത്തറി ഹോട്ടൽ തുടങ്ങാം, വിളിക്കും ഓരോരുത്തർ. അങ്ങനെയൊക്കെ. അപ്പം നമ്മുടെ കൂടെ ബിസിനസ് ഐഡിയ ഉള്ളതുകൊണ്ട് നമ്മളെ പലരും വിളിക്കാറുണ്ട്. നമ്മൾ പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഇത്ര ഈ ബിസിനസ് തിരക്കിനിടയിലുള്ള പൊതുപ്രവർത്തനം എങ്ങനെയാണ്? അതിനിടയിലൊക്കെ പൊതുരംഗത്ത് യഥാർത്ഥ സജീവമായിട്ട് ഈ 5 വർഷം മുമ്പ് ഫുൾ ടൈം. പക്ഷേ അന്നൊക്കെ എൻ്റെ ജോലിക്കാർ പറയും, എൻ്റെ ജോലിക്കാരൊക്കെ കളഞ്ഞിട്ട് പോകുന്നത് എങ്ങനെ, അയാൾ പാർട്ടി കളഞ്ഞ് ഞാൻ കളഞ്ഞിട്ട് പോകും, അയാൾ ഇങ്ങനെ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ അപ്പോഴും വിശ്വസിച്ചുള്ള കുറച്ച് ജോലിക്കാർ ഇപ്പോഴും അത് പറയണം കേട്ടോ. എൻ്റെ കൂടെ ഇപ്പോഴും നിൽക്കുന്ന കുറേ ആളുകൾ, ഒരു 30% എൻ്റെ തൊഴിലാളികൾ ആത്മാർത്ഥമായിട്ട് ഇരിക്കുന്ന ഒരു 30% തൊഴിലാളികളാണ്. അപ്പോൾ എനിക്ക് പൂക്കടയുണ്ട്, അരുൺ എന്ന് പറഞ്ഞ സ്റ്റാഫാണ് നിൽക്കുന്നത്. എൻ്റെ കൂടെ 15 വർഷമായിട്ട് നിൽക്കുക. അപ്പോൾ വിശ്വാസമാണ്. നമ്മുടെ വിജയം. അപ്പോൾ രഞ്ജിത്ത് എൻ്റെ കൂടെ 10 വർഷമായിട്ട് നിൽക്കുക.
ഹോട്ടലിൽ കുറേ ആളുകൾ, കുറേ സ്റ്റാഫുകളും. അപ്പോൾ അവരൊക്കെ എൻ്റെ കൂടെ വർഷങ്ങളായിട്ട്. പിന്നെ എൻ്റെ എല്ലാം പിന്തുണ ആരാന്നറിയാം, എൻ്റെ വൈഫാണ്. അതും പറയാം, ഞാൻ യഥാർത്ഥം എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഇതിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഞെട്ടും. ഞാൻ ഇന്ന് വരെ എൻ്റെ ജോലിക്കാരത്തും എൻ്റെ വൈഫിൻ്റെ അടുത്തൊന്നും നല്ല വർത്താനം പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. അപ്പോൾ ഈ വാർത്ത അങ്ങനെ കണ്ട അവർ ഞെട്ടും. കാരണം അവരെൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ പട്ടി, സാധാ പട്ടി, അപ്പോൾ ഞാൻ പൂച്ചയൊക്കെ വല്ലപ്പോഴും തടവും, അത് ഇങ്ങനെ മിണ്ടിയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള സൗഹൃദം പോലും ആരുമായിട്ടില്ല എൻ്റെ പിള്ളേരുമായിട്ടും. ഞാനൊരു പരുക്കനെ അങ്ങനല്ല, വെറും പരുക്കനാണെന്നല്ല, ഞാൻ എപ്പോഴും ഒരു അകലം പാലിച്ച എന്തോ. ഞാൻ വളർന്നു വന്നപ്പോഴും എൻ്റെ അച്ഛനമ്മ എൻ്റെ ജീവിതത്തിൽ അഭിലാഷിന് ഉമ്മ വന്നിട്ടുണ്ടോ? അച്ഛൻ ഇല്ല. നമ്മുടെ പഴയ ആളുകളായോണ്ടായിരിക്കും. എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനോ എനിക്ക് ഉമ്മ വന്നിട്ടില്ല. പക്ഷെ എൻ്റെ വൈഫ് ഇപ്പോൾ പുതിയ എൻ്റെ പിള്ളേർക്കൊക്കെ ഉമ്മ കൊടുക്കുന്ന കാണുമ്പോഴും എനിക്ക് മടിയാ. പിന്നെ ഇവരൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് കാലത്തിൻ്റെ ആയിരിക്കാം, നമ്മൾ വളർന്നു വന്ന സാഹചര്യം ആയിരിക്കാം. അപ്പം ഇപ്പം ഞാൻ എങ്ങനെങ്കിലും നിർബന്ധിച്ച് വല്ലപ്പോഴും ടൂറൊക്കെ പോകാൻ നേരം ഞാൻ അമ്മയെ കൊണ്ട് പറയിപ്പിക്കും എനിക്കൊരു ഉമ്മ വന്നിട്ട് പോവാൻ. ഞാൻ അങ്ങനെ ഒരു ഞാൻ നിൽക്കാത്ത ഒരാളാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞെട്ട് എന്തറിയും, എൻ്റെ വൈഫ് എനിക്ക് വലിയ പിന്തുണയാണ്. ഞാൻ ഈ പറഞ്ഞ ജയിലിൽ പോയി കിടന്ന സമയത്തൊക്കെ വളരെ കരുത്തോടെ എല്ലാ കാര്യത്തിലും ഇടപെടുകയും കേസുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാം. എൻ്റെ സുഹൃത്തുക്കൾ, ഈ പറഞ്ഞ റഷീദ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് മുമ്പിലുണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ, എൻ്റെ കുടുംബം, എൻ്റെ പെങ്ങള്, അവരൊക്കെ എല്ലാ പിന്തുണയും കൂടെ ഉണ്ടെങ്കിൽ പോലും. ഞാൻ ആദ്യം ചോദിച്ചത്, നമുക്ക് ഈ ദൗർഭാഗ്യമായ ജയിൽവാസം ഉൾപ്പെടെ നമുക്ക് അനുഭവിക്കേണ്ടി വന്നത് ഈ പൊതുരംഗത്തു നിന്നുള്ള ചില തിരിച്ചടികളല്ലേ? തീർച്ചയായിട്ടും. അല്ലെ ഞാൻ അതിനകത്ത് യഥാർത്ഥം ഞാൻ പറയാൻ പാടുണ്ടെന്ന് അറിയാതെ അതിനകത്ത് അന്ന് നേതൃത്വം കൊടുത്ത ആളുകൾ പോലും, ഇതിനിപ്പോൾ അതിൻ്റെ വിവാദമാവുമെന്ന് എനിക്കറിയത്തില്ല, നേതൃത്വം കൊടുത്ത ആളുകളൊന്നും ഇപ്പോൾ ആ കേസിൽ പ്രതികളല്ല. നമ്മൾ ഇതൊന്നും ഇല്ലാത്തൊരാൾ പ്രതിയാവണമെങ്കിൽ അതിനകത്ത് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരിക്കലും പാർട്ടിയെ കുറ്റം പറഞ്ഞല്ല. പക്ഷെ എന്നും പറഞ്ഞ് ചിലത് പറയാതെ പോയാൽ, ഞാൻ ജീവിച്ചിരിക്കുമ്പം പറഞ്ഞില്ലേ ഞാൻ മരിച്ചിട്ട് ഇത് പറയാതിരിക്കാനൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചതിക്കപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനൊരു ജീവിതത്തിൽ ഒരാളെയും പറ്റിക്കുന്നത് എനിക്കിഷ്ടമല്ല, എന്നെ ആരും പറ്റിക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ ഞാൻ ഈ ഓപ്പണായിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ ആ ശത്രുത മനസ്സിൽ കൊണ്ട് നടന്ന ചില ഈ എന്ത് പറയുന്ന ഇതിൻ്റെ സുമാരൻ നേരം ഈ കുത്തിരിപ്പ് മെനയാതൊരു വാക്ക് ഉപയോഗിച്ചല്ലോ, അങ്ങനെയുള്ള ആളുകൾ അവരുടെ കുശുമ്പ് മനസ്സല്ലേ, അവരങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അതിനകത്ത് ഈ അഴുക്കുകൾ, ചാലുകൾ, പല സാധനങ്ങളും വരും. അതൊക്കെ ആ പുഴ ഒഴുകുമ്പോഴേ അതിൽ തട്ടിത്തെറിച്ച് അങ്ങ് പോകും. ഞാനത് ഒന്നും മൈൻഡ് ചെയ്യാറില്ല. ഈ വെള്ളയിട്ടോടാൻ എത്ര നാളായി? ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടങ്ങി. അതിന് മുമ്പ് ഞാൻ ഇൻഷർട്ട് ചെയ്ത് പാൻറ്റൊക്കെ ഇട്ടാൽ ഞാൻ ബോംബെയിലും ഒക്കെ ചെയ്താ. എൻ്റെ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് പണ്ട് ഞാൻ ട്രാവൽ ഏജൻസി നടത്തുമ്പം പാൻറ്റും ഇൻഷർട്ടും ഒക്കെ ചെയ്താ. വെള്ളമല്ല, ഈ DYFI രംഗത്ത് വന്നതിന് ശേഷം ആദ്യം പാൻറ്റിട്ട ഒരു സംഭവം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. പാൻറ്റ്, അതാ ഞാൻ പറഞ്ഞു, പാൻറ്റൊക്കെ ഇട്ടാൽ നമ്മൾ അന്നത്തെ കാലത്ത് ഈ DYFI രംഗം വന്നതിന് ശേഷം കമ്മ്യൂണിസ്റ്റുകാരും പൊതുപ്രവർത്തകരൊക്കെ സാധാരണ പാൻറ് ഇടുന്നത് ഇവിടെ ശരിയല്ല എന്ന് എനിക്കൊരു ബോധ്യമുള്ളതുകൊണ്ട് ആ മുണ്ടിലോട്ട് മാറി. പിന്നെ പാർട്ടി സജീവം അല്ലെങ്കിലും അത് പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു മനോഭാവമുള്ള ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ മുണ്ട് തുടർന്നു. അതാ മുണ്ടിൽ തന്നെ പാൻറ് മാറ്റി. അപ്പോൾ എന്നും പറഞ്ഞിട്ട് വെളിയിൽ, കേരളത്തിന് വെളി യാത്ര ചെയ്യുമ്പം നമ്മൾ യഥാർത്ഥത്തിൽ പാൻറ് ഉപയോഗിച്ചു. എന്തായാലും പുതിയൊരു സംരംഭം, ഇതൊരു ഹെറിറ്റേജ് റിസോർട്ട് എന്ന കൺസെപ്റ്റ് ആണല്ലോ അല്ലേ? അതെ, ഹെറിറ്റേജ്. അപ്പോൾ ഇതിൻ്റെ പ്രതീക്ഷ എങ്ങനെയാണ്? ഇതെങ്ങനെ കൂടുതൽ വിവരമാക്കാൻ വല്ല സാധ്യതയുണ്ടോ? ഇത് നമ്മൾ ഇനി ബാക്കി സ്വിമ്മിംഗ് പൂൾ വേണം. എൻ്റെ സമ്പത്ത് വരുന്നതിനനുസരിച്ച് ഇപ്പോൾ ഈ ഹെറിറ്റേജ് ഇവിടെ പിന്നെ വേണമെങ്കിൽ നമുക്ക് അതിനോടൊന്നും താല്പര്യമില്ല, ക്ഷേത്രം കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ ബാർ ലൈസൻസ്, വേണമെങ്കിൽ ഹെറിറ്റേജിൻ്റെ ലൈസൻസ് കിട്ടും. അതിനൊന്നും നമ്മൾ അങ്ങനെ ആലോചിക്കുന്നില്ല. പിന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ ബാക്കിൽ ചെയ്താൽ കുറേ കൂടെ സൗകര്യങ്ങളും കുറേ കൂടെ റൂമുകളും കൊടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് റവന്യൂ, ഇപ്പോൾ 8 റൂം കൊണ്ടൊക്കെ റവന്യൂ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രയും വലിയ മുടക്കാണ് യഥാർത്ഥം മുടക്കിയിരിക്കുന്നത് വസ്തുവിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ഒരു റൂം, പിന്നെ അതും കൂടെ അക്കോമഡേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്, അപ്പുറത്തെ കല്യാണിയും കൂടെ അക്കോമഡേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അതും കൂടെ കണക്ട് ചെയ്യും. അതിൻ്റെ റെൻ്റ് അല്ല ഇതിന് റെൻ്റ്. റെൻ്റ് നമ്മളൊരു ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ നമുക്കിത് നടത്തിക്കൊണ്ട് പോകാം. ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാത്രമല്ല, വരുന്നവർക്ക് ആ ഫെസിലിറ്റി നമ്മൾ കൊടുക്കും. കൊട്ടാരക്കര ഇതിൻ്റെ ഒരു സാധ്യത എങ്ങനെ, അതിനെക്കുറിച്ച് വല്ല പഠനം വല്ലതും? യഥാർത്ഥം നമ്മുടെ കോമൺ സെൻസ് ആ ബിസിനസ് എന്ന് പറയുന്നത്. ഈ കൊട്ടാരക്കര അല്ല, കേരളത്തിലെ ഇപ്പോൾ ഏത് ബിസിനസ്സും ഇനി വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ചും നമ്മുടെ യുക്തിബോധത്തുള്ള ബിസിനസ്സിന് എപ്പോഴും യുക്തി വേണം, പ്രാക്ടിക്കൽ വേണം. അപ്പോൾ അതാണ് നമ്മൾ എല്ലാ കാര്യത്തിലും, ഞാൻ എല്ലാ കാര്യത്തിലും പ്രാക്ടിക്കലായിട്ട് കാണുന്ന ഒരാളാണ്. ഏത് സംഭവം, രാഷ്ട്രീയത്തിനെയും പ്രത്യയശാസ്ത്രത്തെയും പറയുമ്പോഴും എൻ്റെ അടുത്ത് ഈ പ്രത്യയശാസ്ത്ര ക്ലാസ്സൊക്കെ എടുക്കുമ്പം ഞാൻ ഈ അമേരിക്കയും ഈ ബോംബെയും അല്ല ഈ മഹാരാഷ്ട്രയൊക്കെ ഈ മറ്റുള്ള കാര്യമൊക്കെ പറയുമ്പം ഞാൻ അതിനെയൊന്നും വലിയ പണ്ടും അതിനെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ ജീവൻ ഞാൻ പ്രവർത്തിച്ച് കാണിക്കുന്ന ഒരാളാണ്. അന്ന് ഞാൻ DYFI രംഗത്ത് നിൽക്കുമ്പോഴും ഞാൻ വളരെ പ്രസംഗിക്കാറില്ല. ഒന്നും എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, ഞാൻ വായി വരുന്ന പറയും. അപ്പോൾ അതുകൊണ്ട് പ്രസംഗിക്കാൻ എന്നെ ആരും വിളിക്കാറുമില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ ദോഷവശം അതായിരുന്നു.
പിന്നെ തന്നെ നമ്മുടെ ഈ കൊട്ടാരക്കര അത്ര വലിയ സമ്പത്തുള്ളവരുടെ ഏരിയ ഒന്നുമല്ല, ഇടത്തരക്കാരുടെ ഏരിയ. അപ്പോൾ അവർക്ക് കൂടി അഫോർഡബിൾ ആയിട്ടുള്ള അത് തീർച്ചയായിട്ടും അവരെ മാത്രമല്ല, നമ്മൾ കൊട്ടാരക്കരക്കാരല്ല ഇവിടെ വരുന്നത്. ക്ഷേത്രത്തിൽ വരുന്ന തൃശ്ശൂർ ഇപ്പം എനിക്ക് തന്നെ അവിടെ വരുന്ന വലിയ ദൂരം എന്നുള്ള ആളുകളാണ്. പിന്നെ കൊട്ടാരക്കരത്ത് ഒരു മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത, ഇവിടെ പഠിച്ച ആളുകൾ ഭീമ ജുവലറി അല്ലെങ്കിൽ വലിയ ജുവലറിക്കാരൊക്കെ പഠിച്ചവര് പറയുന്നത് ഇവിടുത്തെ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡാണ്. ഇവിടെ ഉള്ള ആളുകൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയ തൊഴുവെന്ന് പറയുന്ന പോലെ ഇവിടുന്ന് കൊല്ലത്ത് പോയി സാധനം എടുത്ത് ശീലിച്ചു പോയി. കൊട്ടാരക്കര ഒരു സംരംഭം നമ്മുടെ ഫോട്ടോഗ്രാഫർ, അത് ആരാ ഫോട്ടോഗ്രാഫർ, അത് നമ്മുടെ കുളക്കടയുള്ള ആളാണ്. അത് എവിടുന്ന് ആരാ കല്യാണം അവർക്ക്, അത് തിരുവനന്തപുരത്തുമാണ്, അതൊരു ഗമയാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കൊടുത്തില്ലേലും ഇവിടുത്തെ പറഞ്ഞാൽ അത് അവന് ഭയങ്കര റേറ്റായിട്ടോ. ഇവിടുത്തെ ഇത് കൊട്ടാരക്കരക്കാരുടെ കസ്റ്റമറിന്റെ ആറ്റിറ്റ്യൂഡാണ്. ഇത് മാറാൻ ഇനി 15 വർഷം കൊടുക്കും എൻ്റെ അറിവിൽ. ഞാനൊന്ന് എൻ്റെ ഒരു പഠനം ഇത് മാറി ഒരു 15, അതാണ് ഇവിടെ ഏറ്റവും വലിയ ബിസിനസ് വന്ന് ആര് നടത്തി. യഥാർത്ഥം ഇവിടെ ഒരു സ്വയംവര എന്ന് പറഞ്ഞൊരു സ്ഥാപനം അല്ലാതെ വലിയ സ്ഥാപനങ്ങൾ വന്ന് നിലനിന്നിട്ടില്ല ഒന്നും. വലിയവരെല്ലാം പഠിച്ചിട്ട് പുനലൂരും അഞ്ചലും അടൂരും പോയേ അതുകൊണ്ടാണ്. അപ്പം ഇവിടുത്തെ ആളുകളുടെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം അത് മാറുമ്പോഴേ ബിസിനസ് ഞാൻ അതുകൊണ്ടാണ് പ്രാക്ടിക്കലായിട്ടുള്ള ചെറിയ ബിസിനസ്സുകളെ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന. അതല്ലേ ഞാൻ കൊട്ടാരക്കര വിട്ട് പോയിട്ടുമില്ല. ഈ റിസ്ക് എടുക്കുന്ന വേറെ ആരുമില്ല. പലരും പലയിടത്തും പോയി റിസ്ക് എടുക്കും. ഹോട്ടൽ ബിസിനസ്സിനൊക്കെ പല പ്രതിസന്ധികളാണ്, ഉദ്യോഗസ്ഥരെ പരിശോധന. ഇപ്പം തന്നെ 3 മാസമായി ഇവിടെ സർക്കാർ, എൻ്റെ സർക്കാർ തന്നെ ഇപ്പം അങ്ങോട്ട് കൊടുത്താൽ കെ-സ്മാർട്ട് തരുമെന്നാണ് പറയുന്നത്. 3 മാസമായിട്ട് കയറി ഇറങ്ങി എനിക്ക് ഇപ്പം അത്ഭുതകരമായിട്ട് കിട്ടിയേക്കുക. അപ്പം തന്നെ അവരെ കുറ്റം അവർ നോക്കുമ്പോൾ കെ-സ്മാർട്ടിൽ തന്നെ ഒരു 17,000 രൂപ അടയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അയ്യോ വീണ്ടും എന്തോ കെ-സ്മാർട്ടിൽ വന്ന് കിടക്കുന്നു, വീണ്ടും ഒരു 3,500 അടയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞു, വീണ്ടും അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെയും 13,000 രൂപ അടപ്പിക്കുന്നു. വീണ്ടും മെനങ്ങാന്ന് വീണ്ടും വിളിച്ചു പറയുന്നു 17,500. ഞാൻ പറഞ്ഞു ഇങ്ങനെ അടപ്പിക്കുന്ന എന്തോ കാര്യം, അത് കെ-സ്മാർട്ടിൽ വന്ന് കിടന്ന് നിങ്ങൾ അടച്ചേ പറ്റൂ. ഇത് നമുക്ക് സിസ്റ്റത്തിൽ കിടക്കുന്ന അടയ്ക്കണമെന്ന് പറയാൻ എന്തുവാന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയത്തില്ല. ഇതിന് തന്നെ എന്നെ നടന്നിച്ച് ഒരുപാട്. പിന്നെ ഞാനിതൊക്കെ പറയുമ്പോഴും അവര് ലൈസൻസ് എടുത്ത് തരുമ്പോൾ അവർ വിചാരിക്കണം ഇത്രയും ലൈസൻസ് എടുത്ത് മെനങ്ങാന്ന് എനിക്ക് പേപ്പർ തന്നു. അതുവരെ 3 മാസമായി അപേക്ഷ കൊടുത്തു. കാര്യം ഈ പുതിയ സംവിധാനം സർക്കാർ കൊണ്ടുവന്നിട്ട് അത് ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും അറിയത്തില്ല, ഈ പറയുന്നവർക്കൊന്ന് പരിചയപ്പെട്ട് വരാൻ 6 മാസം എടുക്കും. അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പൊ സർക്കാർ ഇപ്പം ഞാൻ പറയുന്ന വലിയ കോടിക്കണക്കിന് രൂപ യഥാർത്ഥം എന്നെ ആരും അങ്ങനെ കണക്കിലെടുക്കാറില്ല. ഞാൻ കുഴപ്പക്കാരനായിട്ട് കണക്കിലെടുക്കുന്നു. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്രയും പേർക്ക് ജോലി കൊടുക്കുന്നു. ഇപ്പം ഇവിടെ സോഹോക്കാരും അല്ലെങ്കിൽ ഇവിടെ പുതിയ ഏതെങ്കിലും വന്നൊരു 30 പേർക്ക് ജോലി കൊടുത്താൽ അവരെ പോയിട്ട് മാലയിട്ട് പൂജിച്ച് അവർക്ക് ചെമ്പരത്തി പൂവും 10 പേരായാലും മതി. ഞാൻ ഈ 50 പേർക്ക് ജോലി കൊടുക്കുന്നത് ഞാൻ കുഴപ്പക്കാരനാ, ഞാൻ പ്രശ്നക്കാരനാ. ഇത് എന്റെ കുഴപ്പമല്ല, മുല്ലേക്ക് മണമില്ല. നമ്മൾ പുതിയ സംരംഭമൊക്കെ തുടങ്ങാം. ഇതിന് യഥാർത്ഥത്തിൽ ശക്തമായ പിന്തുണ കിട്ടുന്ന കൊട്ടാരക്കരയിലെ നമ്മുടെ നേതൃത്വങ്ങളിൽ നിന്ന് എങ്ങനെയാ മന്ത്രിയെ ഈ സംരംഭം അറിയിച്ചിരുന്നു? പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് അറിയിച്ച്. പിന്നെ എന്നെ ഒരു ബിസിനസ്സുകാരനായിട്ട് ബാലവസാഹനെ അറിയാവൂ. ഞാൻ പറഞ്ഞില്ലേ 4 വർഷം മുമ്പ് ബാലവസാഹ് വരുന്നതിന് മുമ്പ് ഞാൻ 13 വർഷം DYFIയുടെ ഭാരവാഹിയാണെന്നൊന്നും ബാലവസാഹനെ അറിയാൻ അറിയില്ല, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമില്ല. ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞിട്ടില്ല പേഴ്സണലായിട്ട്. പിന്നെ പഴയ MLA ഒക്കെ ആണെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും എന്നും പറഞ്ഞ് എന്ത് കാര്യം പോയി പറഞ്ഞാലും ബാലവസാഹ് ചെയ്തു തരും. അതുകൊണ്ട് നമ്മൾ പോയി പറയേണ്ടി വന്നിട്ടില്ല. അവിടുന്ന് ഏത് കാര്യത്തിനും എൻ്റെ എല്ലാ ഉദ്ഘാടനത്തിനും ഉദ്ഘാടനത്തിനും ഒക്കെ വിളിച്ചാൽ വരും. ഇത് അവിടെ എന്താ നമ്മളെക്കുറിച്ചൊരു ധാരണയെന്ന് നമുക്ക് രാഷ്ട്രീയപരമായിട്ടൊരു ധാരണയെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. പുള്ളി തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴാണ് ഞാൻ രാഷ്ട്രീയ രംഗത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് കഴിഞ്ഞിട്ടാണല്ലോ അസംബ്ലി തെരഞ്ഞെടുപ്പ്. അന്ന് വന്നപ്പോഴും ഞാൻ രംഗത്ത് ഇറങ്ങിയില്ല. അങ്ങനെ ഇലക്ഷന് വോട്ട് പിടിക്കാൻ ഒരു ദിവസം ഇറങ്ങിയതല്ലാതെ എനിക്ക് മനസ്സുകൊണ്ട് ഇറങ്ങിയില്ല. എൻ്റെ അച്ഛൻ മരിച്ച ഒരു സമയമൊക്കെ ആയിരുന്നു ആ സമയത്ത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എൻ്റെ ഫാദർ മരിച്ചൊക്കെ സമയമായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ആത്മബന്ധം പുള്ളിയായിട്ടില്ലോണ്ട് പണ്ടൊക്കെ എന്ന് വെച്ചാൽ അതല്ല, ആവേശത്തിൽ വണ്ടി എടുത്തുകൊണ്ട് 10-50 പേരെ വിളിച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങുമായിരുന്നു. അവർ ആരും പറയണ്ട. നമ്മൾ അശാപുറ്റിയൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ മണ്ഡലത്തിലെല്ലാം വണ്ടിയെല്ലാം ഉൾപ്പെടെ നമ്മൾ കൊടുത്ത് നമ്മൾ പൂർണ്ണമായിട്ട് ഫുൾ ടൈം രാവിലെ രാത്രി 11 മണി വരെ ഫുൾ ടൈം. അതൊരു ആവേശമായിരുന്നു. അന്നത്തെ കാലത്ത് രാഷ്ട്രീയ ഒരു ആവേശത്തിന്റെ പേരിൽ പോയതായി KC പ്രതിയൊക്കെ ആയത്. ആ ആവേശമൊക്കെ അതിന്റെ സംഭാവനകൾ കിട്ടിയോണ്ട് പിന്നെ അതിലൊക്കെ എന്നും പറഞ്ഞ് ബാലവസാഹ് എല്ലാ കാര്യത്തിനും നമ്മൾ ഒരു കാര്യം പോയി പറഞ്ഞാൽ അവിടെ നിന്ന് പിന്തുണകൾ നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ ഉദ്ഘാടനത്തിനായാലും ഇതിനു മുമ്പ് ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തതൊക്കെ ആ കാര്യത്തിലൊക്കെ രാഷ്ട്രീയപരമായിട്ട് പിന്തുണ ഉണ്ട്. നമ്മൾ പിന്നെ വ്യക്തിപരമായിട്ടൊന്നും അങ്ങനെ ഒരു വിഷയത്തിൽ ഞാൻ ഇന്ന് വരെ പോയി കാണേണ്ട കാര്യം പറഞ്ഞാൽ അദ്ദേഹം ചെയ്തു തരും. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട് മുന്നോട്ട് പോകുമ്പോൾ സർവ്വ പിന്തുണയും എല്ലാവരുടെയും ഉണ്ടാകണം. കല്യാണി സന്തോഷിൻ്റെ ബിസിനസ് ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് കരുതുന്നില്ല. ഇനിയും നല്ല നല്ല ബിസിനസ്സുകളുമായി അദ്ദേഹം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.